രാജ്യമൊട്ടാകെ ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ദേശീയ തലത്തിൽ വളരെ വലിയ തോതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി പേര് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന മറ്റു പാർട്ടികൾ വിട്ടുകൊണ്ടും അല്ലാതെയുമൊക്കെയുള്ള ഒരുപാട് പേര് ഇപ്പോൾ ബി.ജെ.പിയിൽ വന്ന് ചേരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുമാത്രമല്ല, എന്നാൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വലിയ തോതിൽ ബി.ജെ.പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ മുസ്ലിം സമൂഹം വൻതോതിൽ ബി.ജെ.പിയിൽ ചേരുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഡൽഹിയിൽ അംഗത്വ യജ്ഞത്തിനിടെ ന്യൂനപക്ഷ മുന്നണി മേധാവിയായിട്ടുള്ള ജമാൽ സിദ്ദിഖി പറഞ്ഞ കാര്യമാണ്. രാജ്യവ്യാപകമായി നടക്കുന്ന അംഗത്വ യജ്ഞത്തിലൂടെ മുസ്ലിം സമുദായം വൻതോതിൽ ബി.ജെ.പിയിൽ ചേരുകയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ബി.ജെ.പി ന്യൂനപക്ഷ മുന്നണി ദേശീയ പ്രസിഡന്റായിട്ടുള്ള ജമാൽ സിദ്ദിഖി പറഞ്ഞിരിക്കുകയാണ്. ഞായറാഴ്ച ഡൽഹിയിൽ നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിടെ ജമാൽ സിദ്ദിഖി പറഞ്ഞ ഒരു കാര്യമാണ്. മോർച്ച രാജ്യത്തുടനീളം അംഗത്വ ക്യാമ്പയിൻ 2024 നടത്തുന്നു. ന്യൂനപക്ഷ മുന്നണിയുടെ സംഘം രാജ്യത്തുടനീളമുള്ള ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിലേക്ക് തുടർച്ചയായി പോയി അവരെ ബി.ജെ.പിയിൽ അംഗങ്ങളാക്കുകയാണ്. 50 ലക്ഷം അംഗങ്ങളാക്കുക എന്നതാണ് ന്യൂനപക്ഷ മുന്നണിയുടെ ലക്ഷ്യമെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും അവർക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ വലിയ തോതിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു എന്നും വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പടിപടിയായി നടക്കാൻ തയ്യാറാണെന്നും നമ്മൾ അവരുടെ ഇടയിലേക്ക് പോയാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇതുവരെ 2500 ന്യൂനപക്ഷങ്ങൾ ബി.ജെ.പിയിൽ അംഗങ്ങളായതായി ഡൽഹി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അനീസ് അബ്ബാസി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പിയിൽ അംഗങ്ങളാകാൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആവേശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഫൈസൽ മൻസൂരി, ഷബാന റഹ്മാൻ, നയീം സഫി, ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വക്കീൽ ഖുറൈഷി, ദിൽഷാദ് ഷൗക്കീൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. സെപ്റ്റംബർ 2 ആരംഭിച്ച മെമ്പർഷിപ്പ് ഡ്രൈവ് ഒക്ടോബർ 15 വരെ നീണ്ടു നിൽക്കും. ആദ്യമായി ഒരു ഡിജിറ്റൽ ആപ്പ് വഴിയാണ് ഈ പ്രക്രിയ നടത്തുന്നത്. ഇത് ഭാവി അംഗങ്ങൾക്ക് കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതും കാര്യക്ഷമവുമാക്കുന്നു. സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പിയുടെ രാജ്യവ്യാപകമായ അംഗത്വ യജ്ഞത്തിന് തുടക്കമിട്ടിരുന്നു. ഇത് കുടുംബത്തിന്റെ വിപുലീകരണമെന്നും ഒരു ആശയപരമായ പ്രസ്ഥാനമാണെന്നും വിശേഷിപ്പിച്ചു. ഇത് അക്കങ്ങളുടെ കളിയല്ല, നമ്മൾ നേടുന്ന സംഖ്യകളിൽ കാര്യമില്ല. ഈ മെമ്പർഷിപ്പ് ഡ്രൈവ് പ്രത്യയശാസ്ത്രപരവും അതുപോലെ തന്നെ വൈകാരികവുമായ പ്രസ്ഥാനമാണ് അദ്ദേഹം പറഞ്ഞതാണ്. ജനാധിപത്യ പ്രക്രിയ കൃത്യമായി പിന്തുടരുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പി ആണെന്നും ബി.ജെ.പി അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുകയാണെന്നും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നിരവധി തലമുറകൾ ഈ പാർട്ടിയിലേക്ക് അവരുടെ ജീവിതം നിക്ഷേപിച്ചു എന്നും തുടർന്ന് ഇന്ന് പാർട്ടി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ നടന്ന സംഘടൻ പർവ സദസ്വത്യ അഭിയാൻ 2024 പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദയിൽ നിന്ന് പ്രധാനമന്ത്രി മോദി ബി.ജെ.പി അംഗത്വ പുതുക്കൽ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയിരുന്നു. സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 25 വരെയും ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 15 വരെയും 2 ഘട്ടങ്ങളിലായാണ് മെമ്പർഷിപ്പ് ഡ്രൈവ് നടത്തുക. ഓരോ ഘട്ടവും നിർദ്ദിഷ്ട നാഴികക്കല്ലുകൾ ലക്ഷ്യമിടുന്നു എന്നും ഇത് രാജ്യത്തുടനീളം സമഗ്രമായ വ്യാപനം ഉറപ്പാക്കുമെന്നുമുള്ള തരത്തിൽ തന്നെയാണ് ബി.ജെ.പി ഈ ഒരു നീക്കം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ. അതിൽ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന മുസ്ലിം സമുദായം വൻതോതിൽ ബി.ജെ.പിയിൽ ചേരുകയാണെന്നുള്ള ആ ഒരു വാർത്ത ഇപ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷ മുന്നണി മേധാവി ആയിട്ടുള്ള ജമാൽ സിദ്ദിഖി തന്നെ പറഞ്ഞിരിക്കുന്നത്.